إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا സ്നേഹധരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ കൽപ്പന നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ദാസന്മാരായി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് ജീവിക്കുകയും ഇവിടെയുള്ള സമയങ്ങളും അവസരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് നരകമോചനം ലഭിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്യണം എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ഇന്നഹു ലൈസ ബിശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബി. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ വിട്ടിട്ടില്ല, നിങ്ങൾക്കെല്ലാം ഞാൻ അറിയിച്ചു തന്നിട്ടുണ്ട്. വലൈസ ഷൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, വെട്ടിത്തിരുത്തി മാറ്റേണ്ടതുമില്ല. അത് സ്വീകരിക്കുക, അത് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക എന്നത് മാത്രമാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്റെ സമുദായം മുഴുവനും അവർ സ്വർഗത്തിലാണ്. ഇല്ലാമൻ അബ, വിസമ്മതിച്ച ആളുകൾ ഒഴികെ, അതായത് സ്വർഗം വേണ്ട എന്ന നിലക്ക് വിസമ്മതിച്ചവരൊഴികെ എല്ലാവരും സ്വർഗത്തിലാണ്. ഖീല വമൻ യഅബ യാ റസൂലല്ലാഹ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് പ്രവാചകരെ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിസമ്മതിച്ചു പോകുന്നത്? വേണ്ട എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൻ അത്വാഅനി ദഖൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. ആരാണോ ഞാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിച്ചത് അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്.
അവൻ ആസ്വാനി ആരാണ് എന്നോട് അനുസരണക്കേട് കാണിച്ചത്? അവനാണ് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് വിസമ്മതിച്ച ആൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വർഗം വേണ്ട എന്ന് നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ അത് നിഷേധിക്കുന്ന ആളുകളിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. വിമുഖത കാണിക്കുന്ന ആളുകൾ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അതിനുവേണ്ടി മത്സരിക്കാൻ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മത്സരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ആ ഒരു സ്വർഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് മുന്നേറുക. ഞാൻ അവനേക്കാൾ മുന്നിലെത്തും, ഞാൻ അവനേക്കാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആദ്യം സ്വർഗത്തിലെത്തും എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് മാത്സര്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഈ അടിസ്ഥാനം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ എന്തിനു വേണ്ടിയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഓരോ പ്രവർത്തനവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുക, നമ്മൾ സ്വർഗത്തിന് വേണ്ടിയാണോ മത്സരിക്കുന്നത് അതോ അള്ളാഹുവിനോട് റസൂലിനോടുമാണോ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മളുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മത്സരിച്ച് നരകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഏതൊക്കെ രീതിയിൽ മത്സരിക്കാൻ സാധിക്കുന്നുവോ ആ രീതിയിലൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമുദായത്തെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഓരോ ചെയ്തികളും നമ്മൾ എടുത്തു നോക്കിയാൽ, ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും മുസ്ലിം സമുദായത്തിലെ തൗഹീദുള്ള ആളുകൾ എന്ന് പറയുന്നവർ പോലും അവരുടെ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇതിലൊക്കെ പങ്കെടുക്കുന്നത് കാണുമ്പോൾ സഹോദരങ്ങളെ തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടാണോ? എല്ലാ വർഷവും ഇത് ഉണർത്തപ്പെടുന്നുണ്ട്. ഒരു സംശയമെങ്കിൽ നമ്മുടെ മനസ്സിൽ ജനിച്ചിട്ടുണ്ടെങ്കിലോ, ഏറ്റവും കുറഞ്ഞ ഒരു സംശയമെങ്കിലും, ഇത് ഹറാമാണോ ഹലാലാണോ ഷിർക്കാണോ പെട്ടുപോയാലോ എന്ന സംശയമെങ്കിലുമുള്ള ഒരു കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾ നമ്മൾ മാറ്റിവെച്ച് അതിനോട് മത്സരിച്ച് ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെ തൃപ്തിപ്പെടുത്താൻ? ഇതൊക്കെ ചെയ്യുന്നത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനാണ്? ഒരിക്കലും അള്ളാന്റെ തൃപ്തി കിട്ടൂല എന്നുള്ളത് ഇത് സംഘടിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ തൃപ്തി ഏതായാലും ഉണ്ടാവുകയില്ല എന്നത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ വചനമുണ്ട്. മൻ ഇൽതമസ റിളല്ലാഹി മിൻ സഖത്തിൻ നാസി റളിയല്ലാഹു അൻഹു വ അർളാ ബിഹിന്നാസ്. ആരെങ്കിലും ജനങ്ങൾ കോപിച്ചാലും മനുഷ്യർ മുഴുവനും നമ്മളോട് ദേഷ്യപ്പെട്ടാലും അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ രീതിയിൽ അവൻ ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടും. അത് മാത്രമല്ല വ അർളാ അലൈഹിന്നാസ്, അവനെ ജനങ്ങളെ കൊണ്ട് അവനെ തൃപ്തിപ്പെടിക്കും, ജനങ്ങളെ കൊണ്ട് അവനെ ഇഷ്ടപ്പെടിക്കും. അള്ളാഹുവാണ് നമ്മളെ ആര് ഇഷ്ടപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്തത് ഒരു കാലത്ത് നല്ലതാണ് എന്ന് അവർക്ക് തോന്നും, നമ്മളെ ഇഷ്ടപ്പെടും. അള്ളാഹു അത് ആ ഒരു അവസരം ഉണ്ടാക്കി തരുമെന്ന് പറയുകയാണ്. വമനിൽ തമസ റിളന്നാസ് ബിസഖത്തില്ല. എന്നാൽ നേരെ മറിച്ച് മനുഷ്യന്റെ തൃപ്തി കിട്ടാൻ, ജനങ്ങളുടെ തൃപ്തി കിട്ടാൻ അള്ളാഹുവിന് വെറുക്കുന്ന ഒരു കാര്യം ചെയ്താൽ സഹിത്ത് അല്ലാഹു അലൈഹി, അള്ളാഹുവിനെ വെറുക്കുമെന്ന കാര്യം ഉറപ്പാണ്. വയുസ്ഹിത്ത് അലൈഹിന്നാസ്, പിന്നീടുള്ള ഏതെങ്കിലും ഒരു കാലത്ത് അവനെ ഇഷ്ടപ്പെടുന്ന ജനത മുഴുവനും അവനെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ എത്ര ന്യായീകരിച്ചാലും സഹോദരന്മാരെ, ഈ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യം പരിശോധിച്ചാലും വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം നമ്മൾ ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, ഷിർക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, തോന്നിവാസമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിനോട് റസൂലിനോട് ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അറിയാത്ത ആരാണുള്ളത്? ആർക്കാണ് അറിയാത്തത്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നാൽ ഇത് ചൊല്ലിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? ജാറങ്ങളിലേക്കും മക്കബറുകളിലേക്കും ഒക്കെ പോകുമ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ പല ന്യായങ്ങൾ നമുക്ക് നിരത്തി തരും. അത് ആരോടാണ് മത്സരിക്കുന്നത്? നമ്മളോടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്ത് നമുക്കറിയാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്
ഇല്ലാ ശരീകുൻ ഹുവ ലക തംലികു ഹുവ മാ മലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. അത്രയും ശരിയാണ്. നിനക്ക് യാതൊരു പങ്കാളിയുമില്ല. അവിടെയും അവർ പറഞ്ഞ തൗഹീദ് തന്നെയാണ്, ഷിർക്കിനെതിരെ തന്നെയാണ്. ഇല്ലാ ശരീകുൻ ഹുവ ലക്. പക്ഷെ ഒരു പങ്കാളി ഒഴികെ, അത് നിന്റെയാണ്. ആ പങ്കാളി നീ ഉടമപ്പെടുത്തി ഞങ്ങൾക്ക് തന്ന പങ്കാളിയാണ്. ഇത് തന്നെയാണ്, ഈ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം തന്നെയാണ് യഥാർത്ഥ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യുന്ന ആളുകളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന ഔലിയാക്കന്മാർ, അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന ചില മഹാന്മാർ, ചിലരെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാം, ചിലരടുത്ത് നിങ്ങൾ പോകണ്ട എന്ന് പറയുമ്പോൾ മക്കയിലെ മുസ്ലിങ്ങളുടെ ആ ഒരു ഷിർക്കുമായിക്കൊണ്ട് എന്ത് വ്യത്യാസമാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത്? അവർക്ക് ന്യായമുണ്ട്. ആരോടാണ് ന്യായം പറയുന്നത്? നമ്മളോടാണോ? അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവര് ഈ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ മൗലിദും റാത്തീവും അതുപോലെ തന്നെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നബിദിനമൊക്കെ കഴിക്കുമ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗലൂദ് മാത്രം പരിശോധിച്ചാൽ ശക്തമായിക്കൊണ്ട് അള്ളാഹുവിനോട് മത്സരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനോട് നേർക്ക് നേരെ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള വരികളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് അതിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ്, പ്രകാശത്തിനെയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം നൂർ എന്നുള്ള പ്രയോഗം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. അള്ളാഹു ആകാശഭൂമികളുടെ നൂറാണ്, പ്രകാശമാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് നൂറൻ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്. ഒരിടത്ത് പോലും മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ നൂറ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മങ്കൂസ് മൗലൂദുകാരൻ പറയുന്നത്, അത് പറയുന്ന രൂപമോ, അത് പറയുന്ന രൂപം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രീതിയിൽ ഇത് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വറുവിയ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു, അദ്ദേഹം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാരാണ് എഴുതി വെച്ചത്? 3 നൂറ്റാണ്ടിന് ശേഷം ഈ അടുത്ത കാലത്ത് എഴുതി വെച്ച ഒരു മൗലൂദാണ് മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞ സാധനം. എന്നിട്ട് അവരതിൽ എഴുതി വെച്ച എന്താണ്? കുൻതു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബല അൻ യഖ്ലുക ആദമ ബി അൽഫി ആമിൻ. കുൻതു നൂറൻ, ഞാനൊരു പ്രകാശമായിരുന്നു. ആര് പറയുന്നു? റസൂലുള്ളാഹി പറയുകയാണ്. ഞാനൊരു പ്രകാശമായിരുന്നു, അള്ളാന്റെ അടുക്കൽ ഞാനൊരു പ്രകാശമായിരുന്നു. ആദമിനെ സൃഷ്ടിക്കുന്നതിനും 2000 വർഷം മുമ്പ് ആ പ്രകാശം ഉണ്ടാക്കപ്പെട്ടു. ആ ഒരു പ്രകാശമാണ് ഞാൻ. അതായത് ആദമിനേക്കാൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി നമുക്ക് പറയാനുള്ളത്, ഇത് എഴുതി വെച്ചവൻ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് എഴുതി വെച്ച ആരായിരുന്നാലും അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. ഇത് എഴുതി വെച്ചവൻ എത്ര മഹത്വം ആര് പറഞ്ഞാലും അവൻ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞു. ഇനി അത് മാത്രമാണോ? അവൻ ക്ഷണിച്ചത് ദലാലത്തിലേക്കാണ്. ഇനി എന്താണ് അവന് കിട്ടാൻ പോകുന്നത്? മൻ ദആ ഇലാ ദലാല കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു. ഒരാളൊരു ദുരാചാരം പഠിപ്പിച്ചു വെച്ചാൽ, ഇന്നും ആളുകൾ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും പാരായണം ചെയ്യുന്നു. ഖബറിലേക്ക് പോയി അവിടെ കിടക്കുമ്പോഴും അവന്റെ അവസ്ഥ എന്താണ്? അവന്റെ ഖബറിലേക്ക് പോലും ഇവർ ചെയ്യുന്ന തെറ്റിന്റെ ആ ഒരു ഫലം കൂടി എത്തിക്കൊണ്ടിരിക്കും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ. ചെയ്യുന്നവരിൽ ഒരു കുറവും വരില്ല. ചെയ്യുന്നവനെ ശിക്ഷ കിട്ടും, അതിന്റെ കുറ്റം കിട്ടും. അതോടൊപ്പം തന്നെ ഇത് എഴുതി വെച്ചവരെ പഠിപ്പിച്ചവന് അതുപോലെ തന്നെ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, എന്നിട്ട് തുടർന്നുകൊണ്ട് അതിൽ പറയുന്ന കാര്യം, ഫലമാ ഖലഖല്ലാഹു ആദമ അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി. പച്ചക്കള്ളം പറയുകയാണ്. ഇതിന്റെയൊക്കെ ആയത്തുകളുണ്ട് ഖുർആനിൽ. ഇത് രണ്ടും വെച്ച് നമ്മൾ നോക്കിയാൽ പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ് ഇവർ. പരസ്യമായ മത്സരം പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ ഖുർആനോട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ, പല വീടുകളിലും ഇന്ന് നമുക്ക് തൗഹീദ് ഉണ്ടെങ്കിലും പല വല്യമ്മമാരും വളരെ പോരിശയോടുകൂടി ഇത് പാരായണം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തന്നെ എഴുതിയെടുത്തത് ഒരു വീട്ടിൽ നിന്ന് ഒരു വല്യമ്മമാരുടെ അടുത്ത് വാങ്ങിയിട്ടാണ്. ഞാൻ പഠിച്ചതല്ല. ഇത് വാങ്ങി അത് നോക്കി എഴുതിയെടുത്തതാണ്. അൽഹംദുലില്ലാഹ്, അവർ കുറച്ചു കാലത്തിന് ശേഷം അവർ യഥാർത്ഥ തൗഹീദിലേക്ക് വരികയുണ്ടായി. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെന്താണ് പറഞ്ഞത്? ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ കളിമണ്ണിന്റെ ഉള്ളിൽ എന്റെ പ്രകാശത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചു. ഫഅഖബതനി അല്ലാഹു ഫീ സുൽബി ആദമ ഫിൽ അർളി വജഅലനി ആദമ ഫിൽ അർള്. ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ അയച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുതുകിലായിക്കൊണ്ട് എന്റെ ഈ പ്രകാശത്തിനെയും ഭൂമിയിലേക്ക് അയച്ചു. വജഅലനി ഫിസ് സഫീനത്തി ഫീ സുൽബി നൂഹിൻ.
അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമ കപ്പലിൽ കയറി രക്ഷപ്പെട്ട സന്ദർഭത്തിൽ ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ ഞാനുണ്ടായിരുന്നു. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിലും ഞാനുണ്ടായിരുന്നു. അവിടെ നിർത്തിയോ? വലം യസൽ യൻഖുലനി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമിൽ സക്കിയത്തി ത്വാഹിറ. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ വളർന്നു വന്ന ഗർഭപാത്രത്തിൽ, ഒരുപാട് പരിശുദ്ധമായ ഗർഭപാത്രത്തിലൊക്കെ എന്റെ ഈ പ്രകാശമുണ്ടായിരുന്നു. ഒരുപാട് മഹാന്മാരുടെ ആ പ്രസവത്തോടുകൂടി ഞാൻ അവരോടൊപ്പം ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നതായിക്കൊണ്ട് പറയുമ്പോൾ സഹോദരന്മാരുടെ ഏത് ഗ്രന്ഥത്തിൽ വന്നു? ബുഖാരിയാണോ, മുസ്ലിമാണോ, ഇബ്നു മാജയാണോ, തുർമുദിയാണോ, നസായിയാണോ, ഇമാം അഹമ്മദാണോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയാണോ? ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുകളെങ്കിലും ഇതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ നമുക്കതിലൊരു സംശയമെങ്കിലും ഉണ്ടാകുമായിരുന്നു, വിശ്വസിക്കണം വേണ്ടേ എന്നുള്ള. ഇതിന്റെയൊക്കെ സ്ഥാനം എവിടെയാണ് സഹോദരന്മാരെ? ഖുർആൻ നേരെ വിപരീതം നിൽക്കുന്ന ഈ സാധനം, ഇതിന്റെയൊക്കെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ തന്നെയാണ്. അത് നമ്മൾ ഒരു പോരിശയും കൽപ്പിക്കേണ്ട കാര്യമില്ല. ഖുർആന് പോലും എതിരായ കാര്യം ആദമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ ഒരു പ്രകാശത്തിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുമോ? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ ഫയസ്ഫികു ദിമാഅ. നീണ്ട ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളോട് ആദമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷമാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. എന്നാൽ ഇവർ പഠിപ്പിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തെറ്റ് ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിനെ തവസ്സുലാക്കി ഇടതേട്ടം നടത്തി എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പഴം തിന്നു. എങ്ങനെയാണ് അള്ളാഹുവിനോട് തൗബ തേടിയത്? ഖുർആൻ പറഞ്ഞ എന്താണ്? ഇവർ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ തവസ്സുലാക്കിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗബ എന്തെന്നറിയില്ല. തെറ്റെന്താണെന്ന് ആദ്യമായി തെറ്റ് ചെയ്ത മനുഷ്യനാണ്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് കലിമത്ത്. എന്നിട്ട് അത് ചൊല്ലാൻ പറഞ്ഞ് എന്നിട്ടാണ് അല്ലാഹു തൗബ സ്വീകരിക്കുന്നത്. സൂറത്ത് അറാഫിൽ അത് എന്താണ് ചൊല്ലിയത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല ആദമും ഹവ്വയും പറഞ്ഞു, റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ആളുകളാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു എന്ന് കൃത്യമായി ഖുർആൻ വിശദീകരിക്കുമ്പോൾ അവിടെ ഒരു 100 ഉണ്ട് എന്ന് പറയാൻ, അവരുടെ തപസ്സിലുണ്ട് എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നുപോയതാണ് സഹോദരന്മാരെ. നമ്മൾ ആലോചിക്കണം. ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോ മൻഗൂസ് മൗലൂദ് എന്ന് പറഞ്ഞ സാധനം ഇത് ശക്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമ കപ്പലിൽ കയറി രക്ഷപ്പെട്ട സംഭവം ഇവർ പറയുന്നത് അവിടെയും രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണെന്നാണ്. സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. 37 സൂറത്ത് ഹൂദിലെ 37 മുതൽ 48 വരെ ആയത്ത്, സൂറത്ത് മുഅ്മിനൂനിലെ 23 മുതൽ 30 വരെയുള്ള ആയത്ത്, ഇതുപോലെ സൂറത്ത് അംബിയ, ഇങ്ങനെ പല സൂറത്തുകളിലും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? വെള്ളപ്പൊക്കം വന്നപ്പോ ഒരു കപ്പൽ വാങ്ങിയിലേക്ക് ഇറക്കിയതല്ല. വെള്ളപ്പൊക്കം വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. നീ ഒരു കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ആദ്യം മരം നടാൻ പറഞ്ഞതിന് ശേഷം ആ മരം ഉണ്ടായി, അതിൽ നിന്ന് തടിയുണ്ടായി, അതിനുശേഷമാണ് കപ്പൽ ഉണ്ടാക്കിയത്. ഈ കപ്പൽ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ പരിഹസിക്കുന്നുണ്ട്. നീ ഇപ്പൊ പ്രബോധനമൊക്കെ വിട്ട് ആശാരിപ്പണി തുടങ്ങിയോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നതായി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കപ്പൽ ഉണ്ടാക്കിയതിനൊക്കെ ഉദ്ദേശമുണ്ട്, രക്ഷപ്പെടുത്താൻ തന്നെയാണ്. അവിടെ ആ കപ്പലിൽ കയറിയതിനു ശേഷം വേറെ ഒരു തപസ്സിൽ നടത്തേണ്ട ആവശ്യമില്ല. അത് കൃത്യമായി വിശദീകരിച്ചു. സഹോദരങ്ങൾ, അതിനുശേഷം വെള്ളപ്പൊക്കം ഉണ്ടായി, അദ്ദേഹം രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട സന്ദർഭത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാക്കുണ്ട്, ഇതുപോലെയുള്ള കള്ളന്മാർ വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുക്കറിയാം, മുൻകൂട്ടി അറിയാം. ഇവർ ഈ കള്ളക്കഥകളൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കഥ പറഞ്ഞതിന് ശേഷം, തിൽക മിൻ അൻബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക. ഇതെല്ലാം ഈ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ, പ്രവാചക താങ്കൾക്ക് അജ്ഞാതമായ കഥയായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ താങ്കൾക്ക് അറിയുകയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടെന്നറിഞ്ഞാലും ഈ കഥ താങ്കൾക്ക് അറിയില്ലായിരുന്നു. വഖൗമക്, താങ്കളുടെ സമുദായത്തിനും അറിയില്ലായിരുന്നു. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക്, താങ്കൾക്കും താങ്കളുടെ സമൂഹത്തിനും ഈ ഒരു കഥയെ അറിയില്ലായിരുന്നു. മിൻ ഖബലി ഹാദാ, ഈ പറഞ്ഞു തരുന്നതിന് മുമ്പ്. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. സഹോദരന്മാരെ, അല്ലാഹു പറയുകയാണ്, നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന് വിചാരിക്കുക,
നമ്മൾ ഒരാളൊരു കുഴിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൈപിടിച്ച് അയാളെ രക്ഷപ്പെടുത്തി. ഒരു 5-6 ദിവസം കഴിഞ്ഞ് നമ്മളോട് വേറൊരാൾ പറയണോ ആ കഥ? നീ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു, അയാൾ കുഴിയിൽ വീണ്, നീയാണ് രക്ഷപ്പെടുത്തിയത്. നമ്മളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ച് പ്രവാചകനാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയത് എങ്കിൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, നിനക്ക് ഈ കഥ അറിയില്ലായിരുന്നു, ഞാനിത് പറഞ്ഞു തന്നപ്പോഴാണ് നിനക്കിത് മനസ്സിലായത്. ഇത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് കാണാം. നഹ്നു നഖസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലിൻ. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? നിനക്ക് മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം, ഈ ഖുർആനിലൂടെ നിനക്ക് ആ കഥ ഞാൻ പറഞ്ഞു തരാം. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലിൻ, നീ അതിനെക്കുറിച്ച് അറിയാത്തവനായിരുന്നു. ഖുർആൻ ഇറങ്ങിയതിനു ശേഷമാണ് കൃത്യമായ ചരിത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായത്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇവർ പറയുന്ന വകാന ഫി സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മുതുകിലുണ്ടായിരുന്നു. ഫആദ വസാറ ലഹബുഹാ മുഹമ്മദ, അങ്ങനെ ആ തീ അതുമൂലം കെട്ടുപോയി എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഖുർആൻ എടുത്ത് മുന്നിൽ വെച്ച് ഈ സാധനം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്. ഞാനത് എല്ലാ ആയത്തുകളും വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ അംബിയായിലെ 51 മുതൽ 70 വരെയുള്ള ആയത്തില് ഈ സംഭവം കൃത്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനുമായിക്കൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വീണ്ടും 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 ഇത് പറഞ്ഞു കൊടുത്താലും ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെന്തോ പോരിഷയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം നമുക്ക് യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. പല മുസ്ലിയാക്കന്മാരെ ഇരുന്നുകൊണ്ട് മങ്കൂസ് മൗലൂദിന്റെ വിശദീകരണം, അതിന്റെ ഷറഹ്, അതിന്റെ തഫ്സീർ ഖുർആൻ വിശദീകരിക്കുന്ന പോലെ ഇരുന്ന് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണ് നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. ഖുർആനിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഗ്രന്ഥം, ആരോ എഴുതിയുണ്ടാക്കിയ ഒരു സാധനം, അതിന്റെ വിശദീകരണം അത് തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലായ സകല തോന്നിയാസങ്ങൾ അതിലുണ്ട്. പിന്നെ അതിന്റെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖാലു ഹർരിഖുഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള മുശ്രിക്കുകൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു, തീ കത്തിച്ചു. എന്നിട്ട് പറയുകയാണ് ഹർരിഖുഹു, അദ്ദേഹത്തെ അതിലിട്ട് കരിക്കുക. വൻസുറു ആലിഹതകും, എന്നാലേ നിങ്ങളുടെ ആലിഹത്തുകൾ രക്ഷപ്പെടുകയുള്ളൂ, അവരെ സഹായിക്കുക. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അതിലേക്ക് വലിച്ചെറിഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നു. ഇത് കൃത്യമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും സഹായം, എന്റെ സഹായം ആവശ്യമുണ്ടോ? അവിടെ എവിടെയാണ് സഹോദരന്മാരെ നൂറുള്ളത്, ഒരു പ്രകാശം, ഒരു തപസ്സുൽ എവിടെയാണുള്ളത്? അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ഇബ്രാഹിം നബി എന്താണ് പറഞ്ഞത്? ഒരു സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്ക് താങ്കളുടെ ഒരു സഹായം ആവശ്യമില്ല, എനിക്ക് എന്തൊക്കെ വേണമെന്ന് എന്റെ റബ്ബിനറിയാം. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് റബ്ബ് മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തീയിലേക്ക് പ്രവേശിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു പറയുന്നു, ഖുൽനാ, ഞാൻ പറഞ്ഞു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയിനോട് അള്ളാഹു പറയുകയാണ്, തീയിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ തീയിനോട് പറഞ്ഞു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീയെ, ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായിക്കൊണ്ട് നീ മാറുക. ഇവിടെ ആരോടാണ് സഹോദരന്മാരെ എനിക്ക് സഹായം വേണ്ടെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് പറയുന്നത്. പിന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നൂറിന് എന്ത് സ്വാധീനമാണ് അവിടെ ഉള്ളത്? അവിടെ എന്ത് സ്ഥാനമാണുള്ളത്? അത് പ്രവാചകൻ പഠിപ്പിച്ചോ? റസൂലുള്ളാഹിയാണ് പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ സഹായം വേണോ എന്ന് വന്ന് ചോദിച്ച ആ രംഗം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഇതൊന്നും ബിദ്അത്തായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല, മറിച്ച് ഖുർആനെ നിഷേധിക്കുന്ന കുഫ്റാണിത്. ഖുർആനെ നിഷേധിച്ച് അതിനെതിരായിക്കൊണ്ട് ഒരു കാര്യം കൊണ്ടുവരിക, ഒരു ഗ്രന്ഥം പഠിപ്പിക്കുക, എന്നിട്ട് അത് ജനങ്ങൾ വലിയ പോരിശയോട് കൊണ്ടു നടക്കുക. ഇതിന്റെ വക്താക്കളും ഇതിന്റെ പ്രയോക്താക്കളും ഒക്കെ കുഫ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അത് ബിദ്അത്തിന്റെ ഗണത്തിൽ മാത്രം പെടുത്തേണ്ട കാര്യമല്ല. ഖുർആൻ നിഷേധം എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാഫിറായി പോകും. പച്ച ശിർക്കും ഇതിന്റെ കൂടെ പാടുന്നുണ്ട്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ആവലാദികളും വേവലാദികളും പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, തെറ്റാകുന്ന കുറ്റമാകുന്ന വാഹനത്തിൽ എണ്ണമറ്റ തെറ്റുകൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ കയറിയിരിക്കുന്നു. പ്രവാചകരെ, ഞങ്ങളുടെ നേതാവായ നബിയെ, താങ്കളോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു. ഏതർത്ഥത്തിലാണ് സഹോദരന്മാർ ശരിയാവുക? ഏത് വ്യാഖ്യാനം കൊണ്ടാണ് ഇത് ശരിയാവുക? നേർക്ക് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുകയാണ്. ചെയ്ത തെറ്റിന് പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന ആളുകൾ. സഹോദരന്മാരെ, ഇത് ആർക്ക് വേണ്ടി ചെയ്താലും, ഏത് നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ചെയ്താലും, ഏതൊരു പ്രസ്ഥാനത്തിന് രക്ഷിക്കാൻ വേണ്ടി ചെയ്താലും, ഏതുദ്ദേശമായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ,
അവർ നരകത്തിൽ അവർ മൂക്ക് കുത്തി വീഴുന്ന ഒരു ദിവസമുണ്ട്, മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് വീഴുന്ന ഒരു ദിവസമുണ്ട്. യഖൂലൂന, അപ്പോൾ അവർ പറയും, യാ ലൈതന അത്തഅന അല്ലാഹ വ അത്തഅന റസൂൽ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ശിഹാബ് തങ്ങൾ പോകാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, കാന്തപുര ഉസ്താദ് പോകാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഇവിടെ നല്ല ആഘോഷങ്ങളും പരിപാടികളും പൊടിപിടിക്കുകയാണ്, മക്കളെ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ. അവർ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾക്കും വേണ്ട എന്ന് പറയാൻ മാത്രം അധപ്പതിച്ചു പോയ ഒരു വർഗമായിക്കൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായം മാറിയിരിക്കുന്നു. വളരെ ഖേദത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അത് തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്ന സമയത്ത് അവർ പറയും, യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂൽ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വഖാലു, അവർ തന്നെ പറയും, റബ്ബനാ ഇന്നാ അതഅന സാദതന വ കുബറാഅന, പക്ഷെ ഞങ്ങൾ അനുസരിച്ചത് ആരെയാണ്? ഞങ്ങളിലെ നേതാക്കന്മാരെയും വമ്പന്മാരെയും വലിയ തൊപ്പി വെച്ച വലിയ കാക്കമാരെയുമായിരുന്നു ഞങ്ങൾ അനുസരിച്ചിരുന്നത്. അവരൊക്കെ വലിയ ആളുകളാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു എന്ന് ഖേദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നരകത്തിൽ മൂക്കുകുത്തി വീണുകൊണ്ട് ഇങ്ങനെയുള്ള അനുയായികൾ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ, ഇത് കേട്ടിട്ട് പോലും കിടിലം കൊള്ളാത്ത മനസ്സുകളായിക്കൊണ്ട് മാറുമ്പോൾ, എന്നിട്ടും ഇതുപോലെയുള്ള ഈ ദുരന്തങ്ങളിലേക്ക് പോകുമ്പോൾ സഹോദരന്മാരെ എത്ര കഷ്ടമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ ഒരാൾ പോലും ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ നിഷേധിക്കുന്ന ഒരു നിഷേധി നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ രക്ഷകർത്താക്കളാണെങ്കിൽ, നമ്മൾ കുടുംബത്തിന്റെ കൈകാര്യകർത്താക്കളാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ആദ്യം ചിലപ്പോൾ നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞൊരു കൂട്ടർ പ്രവാചകൻ പറഞ്ഞ അദ്ദുയൂസ് അല്ലദീ യഖറു ഫി ആഖിലിഹിൽ ഖബസ്, ഒരു വീട്ടിൽ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന അവിടുത്തെ ഗൃഹനാഥൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചെലവിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ പലതും അവർ അനുസരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ഒരു അനാചാരം നമ്മളെ വീട്ടിൽ കൊടികുത്തി വാഴുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരു ഉമ്മയും വാപ്പയും ഒക്കെ മറുപടി പറയേണ്ടി വരും. ഇതിന്റെ ചോറ് നമ്മളുടെ വീട്ടിൽ ഒരു കുട്ടി അതിന്റെ ഒരു വറ്റ് തിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മറുപടി പറയേണ്ടി വരും. സാധാരണ നമ്മളല്ലേ ഭക്ഷണം കൊടുക്കുന്നവർക്ക്, സാധാരണ അവർ കാര്യങ്ങൾ നോക്കുന്ന നമ്മളല്ലേ. അത് തിന്നാൻ പാടില്ല എന്ന് പറയാൻ, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഈ പറഞ്ഞതിൽ നിന്ന് സഹോദരന് കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. പ്രത്യക്ഷമായിക്കൊണ്ട് ഖുർആനോടും അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ഒരു സമുദായമായിക്കൊണ്ട് ഇവർ മാറിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് തന്നെ ഭൂരിപക്ഷം നിങ്ങളെ കൊണ്ടുപോകുന്നത് ലലാലത്തിലേക്കാണ്. ഭൂരിപക്ഷം നോക്കിക്കൊണ്ട് നമ്മൾ ആരെയും നന്മ തീരുമാനിക്കേണ്ടതില്ല. വളരെ ന്യൂനപക്ഷമായിരിക്കും അവസാന കാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മത്സരിക്കുന്ന ആളുകളുമായിക്കൊണ്ട് നമുക്കൊരു കൂട്ടും വേണ്ട. സഹോദരങ്ങളെ, അവർ പറയുന്ന ദാരുണമായ രംഗമാണ് പറഞ്ഞത്. ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാരെയും വമ്പന്മാരെയുമായിരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, റബ്ബന ആതിഹിം ലഅഫൈന മിനൽ അദാബ്, റബ്ബേ അവർക്ക് ഞങ്ങൾക്ക് തന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ. ഇവിടെ നമ്മൾ ശൈഖന്മാരുടെ പേരും പറഞ്ഞ് വലിയ ആളുകളായിക്കൊണ്ട് പൊക്കി നടക്കുന്ന ആളുകൾ, അവരെ അവസാനം ഒരു വിലയുമില്ലാതെ നമ്മൾ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? നമുക്കുള്ള ശിക്ഷ കിട്ടും. ആ കിട്ടുന്നിടത്ത് വെച്ചാണ് പറയുന്നത്, ഞങ്ങളെക്കാൾ ഇരട്ടി അവർക്കും കൊടുക്കണമേ. വൽ അൻഹും ലഅൻ കബീറ, വലിയ ശാപം അവർക്ക് നീ നൽകണമേ എന്ന് പറയുന്ന ദാരുണമായ രംഗം. സഹോദരന്മാരെ, ഇതിനോട് അല്പമെങ്കിലും മമത നമുക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഈ ആയത്തുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ഇതൊരു നസീഹത്ത് മാത്രമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമുക്ക് അത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഭാര്യമാരെ നമ്മൾ ആ നരകത്തിലേക്ക് തള്ളിവിടരുത്, നമ്മളെ മക്കളെ നമ്മൾ ആ നരകത്തിലേക്ക് തള്ളിവിടരുത്, നമ്മളെ വല്യമ്മമാരെയും നമ്മളെ വാപ്പമാരെയും ഒന്നും ഇതുപോലെയുള്ള ഈ ഒരു ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും തള്ളിവിടുന്ന അവസ്ഥ സഹോദരന്മാരെ നമുക്കുണ്ടാകാൻ പാടില്ല. തൗഹീദുള്ള ആളുകൾ പോലും പറയുമെന്ന്, അത് അന്നമല്ലേ, ചോറല്ലേ, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നതല്ലേ, അത് നമ്മൾ എന്തിനാ തിന്നാതിരിക്കുന്നത്? എന്തിന്റെ അന്നമാണ് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ പേരിലുള്ളതാണോ? ആരെങ്കിലും നമുക്ക് സൽക്കാരമായിക്കൊണ്ട് വെറുതെ കൊണ്ടുവന്ന് നമുക്ക് തിന്നാം, അത് ഏത് മതസ്ഥനുമായിക്കൊള്ളട്ടെ. പക്ഷെ നബിദിനത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ, ഈ അനാചാരത്തിന്റെ പേരിൽ, ഇത്രയും ശിർക്കും കുഫ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ആഘോഷത്തിന്റെ പേരിൽ നമുക്കത് കൊണ്ടുവന്ന് തന്നാൽ നിരസിക്കാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. അവിടെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കും. ആര് വെറുത്താലും അള്ളാഹുവിന്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. സഹോദരങ്ങളെ, ദീനിൽ അടിയുറച്ചു നിൽക്കാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവരായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഖുർആനോടും അതുപോലെ സുന്നത്തിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ഹറാമുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാലും പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഷിർക്ക് ചെയ്യുന്നവരും പല ഭൗതികതയുടെയും പേരിൽ അത് ഉപേക്ഷിച്ച് പോരാത്തത് കൊണ്ടാണ്. അവർക്കറിയാം ഇതിലെന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായിക്കൊണ്ട് അറിയാം. നമുക്കറിയുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. എത്രയോ മുതിർന്ന ആളുകളും കുട്ടികളും ഒക്കെ ഇന്ന് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിദിനത്തിന് കുറ്റം പറയുന്ന ആളുകൾ പോലും, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ചിലർ ആഘോഷിക്കുന്ന ആ നബിദിനത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസും അതുപോലെ പോസ്റ്റുകളും ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ പോലും ഇന്ന് വലിയ സെറ്റ് സാരിയും അതുപോലെ കസവും മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് പുരുഷനും സ്ത്രീകളും ഒക്കെ പൂക്കള മത്സരത്തിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജുമുഅ ദിവസത്തിൽ ജുമുഅ കളയുന്ന എത്ര കുട്ടികളുണ്ടാവും? ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് പരിശോധിച്ച് നോക്കുക. എന്റെ മക്കൾ ഇന്ന് ജുമുഅക്ക് പങ്കെടുത്തിട്ടുണ്ടോ? അതിന് കാരണം എന്താണ്? സ്കൂളിൽ അത് ഇതുപോലെയുള്ള ആഘോഷത്തിന് പങ്കെടുക്കാനാണെങ്കിൽ എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ മദ്രസയിൽ സ്കൂളിലൊക്കെ ലീവ് എടുക്കുന്നു. ഇപ്പൊ എന്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ല, എന്റെ മക്കൾ രണ്ടുപേരും ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്കൊരു ദിവസം സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഈ ദിവസം സ്കൂളിൽ വിട്ടാൽ ദീന് നഷ്ടപ്പെട്ടു പോകും, അതിൽ യാതൊരു സംശയമില്ല. അതിൽ ടീച്ചർ പറഞ്ഞതിന്റെ പേരിൽ അവരെ ഇസ്ലാമിന്റെ ഇത് അന്യമതസ്ഥരോടല്ല നമ്മൾ പറയുന്നത്. അന്യമതസ്ഥരും ഇതുമായി കൂടി യാതൊരു ബന്ധമില്ല. അത് അവരുടെ ആഘോഷം, അത് അവർ ആഘോഷിക്കട്ടെ. നമ്മൾ പറയുന്ന ആരോടാണ്? മുസ്ലിമീങ്ങളോടാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പൂർണ്ണമായി കൊണ്ട് കീഴ്തുന്നവരാണ് മുസ്ലിം. ഒരാൾക്കും ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല, ഒരാൾക്കും അകത്താക്കാൻ കഴിയില്ല. നമ്മൾ കീഴടങ്ങി ജീവിക്കുന്നവരാണോ? നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന ഓട്ടോമാറ്റിക്കലായിട്ട് പോകും. നമ്മൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ പങ്കെടുത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആരകത്താക്കിയാലും നമ്മൾ പുറത്താണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ പുറത്ത് നിന്നിട്ടാണ്. നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. നമ്മൾ അകത്താണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മൾ എപ്പോഴോ തെറിച്ചു പോയിട്ടുണ്ടാവും. അതാണ് ഈ ആഘോഷങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നു തരുന്നത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പല ആളുകളും അയച്ചെന്ന ഒരു ഫോട്ടോ, കുറെ സെറ്റ് സാരി എടുത്ത പെണ്ണുങ്ങളോടൊപ്പം ഒരു ഖത്തീബ് നിൽക്കുന്നു. അധ്യാപകനാണ്. ഞാനിത് അതിന് പോകാത്ത ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഒരുപാട് അധ്യാപകന്മാര് വളരെ ബുദ്ധിപരമായിക്കൊണ്ട് അവർക്ക് പോകേണ്ട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റൂ. ആ സിസ്റ്റം അതാണ്. ചിലപ്പോൾ അവർക്ക് പോകേണ്ടി വരും. അപ്പൊ കഴിവിന്റെ പരമാവധി അതിൽ നിന്ന് വിയോജിച്ചുകൊണ്ട് മാറി നിൽക്കാനെങ്കിലും സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്നെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാം. സഹോദരന്മാരെ, ഇതിന്റെ വക്താക്കളും പ്രയോക്താക്കളും ഇത് സംഘടിപ്പിക്കുന്ന ആളുകളുമായിക്കൊണ്ട് മാറിയാലോ? നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിന്റെ സമീപനം എന്താണ്? രണ്ടേ രണ്ട് വിധിയെ ഇസ്ലാമിലുള്ളൂ. അന്യമതസ്ഥരുടെ ആഘോഷമായിക്കൊണ്ട് രണ്ടേ രണ്ട് വിധി. ഒന്ന്, അവരുടെ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ കാഫിറായി. രണ്ടാമത്തെ വിധി, ഒരു വിശ്വാസമില്ല, ഇന്ന് നമ്മൾ പറയുന്ന ന്യായീകരണങ്ങൾ നിർത്തിക്കൊണ്ടാണെങ്കിൽ അവൻ ചെയ്യുന്നത് ഹറാമാണ്. ഇതല്ലാതെ വേറൊരു വിധി ഇസ്ലാമിലില്ല. ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് വേറെ ഒരു വിധിയുമില്ല. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിവേദനം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, മൻ ബനാ ബിബിലാദിൽ അഅജാമി ഫസനഅ നൈറൂസിഹിം വമഹർജാനിഹിം വതശബ്ബഹ ബിഹിം ഹത്താ തമൂത വഹുവ കദാലിക ഹശറ മഅഹും യൗമൽ ഖിയാമ. അതായത് ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്നത് അപരിചിതരായ മറ്റു മതസ്ഥരായ ആളുകൾ മാത്രമുള്ള സ്ഥലത്താണ്. ഇവ മാത്രമാണ് മുസ്ലിം ആയിട്ടുള്ളത്. അങ്ങനെ സ്വാഭാവികമായിക്കൊണ്ടും അവൻ അവരുടെ മഹർജാനുകളിലും നൈറൂസിലും അവരുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നു. വതശബ്ബഹബിഹിം, അവരുമായിക്കൊണ്ട് അവൻ ലയിച്ചു ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ഹത്താ തമൂത്ത് യമൂത്ത്, അവൻ മരിക്കുന്നു. വഹുവ കദാലിക, അപ്രകാരമാണെങ്കിൽ ഹശറ മഅഹും യൗമൽ ഖിയാമ, മുസ്ലിമീങ്ങളോടൊപ്പം അല്ലവര് അവൻ പരലോകത്ത് വരുന്നത്, ഈ ആളുകളോടൊപ്പമായിരിക്കും അവനെ പരലോകത്ത് ഹാജരാക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്തനിബു അഅദാ അല്ലാഹിൽ യഹൂദ വൻ നസാറ ഫീ ഈദിഹിം, അവരുടെ ആഘോഷങ്ങളിൽ നിന്നും, അന്യമതസ്ഥരായ ആളുകളുടെ ആഘോഷങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മുഴുവനായിക്കൊണ്ട് വിട്ടു നിൽക്കണം. കാരണം എന്താണ്? ഫൈന സഖത യൻസിലു അലൈഹിം, അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്ന സ്ഥലമാണത്. അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണോ? നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വാദമുണ്ടോ? ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, ഈ ചെണ്ടകൊട്ടും മേളവും ഈ റോട്ടിൽ കൂടെയുള്ള ഘോഷയാത്രയും, ഇതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല, നമുക്ക് ഉറപ്പാണ്. അവിടെ അള്ളാഹിന്റെ കോപം ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ കോപം ഇറങ്ങുന്ന സ്ഥലത്ത് നിങ്ങളും പെട്ടുപോകുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരന്മാരെ, ഇത് നമ്മുടെ കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ടീച്ചർ അവരുടെ ഇസ്ലാമിക ആദർശം മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ അത് പരസ്യമാക്കി അവർക്ക് സസ്പെൻഷൻ വരെ എത്തിച്ചു കൊടുത്തു. നമ്മൾ ആലോചിക്കണം, ആരാണ് എത്തിച്ചു കൊടുത്തത്? മുസ്ലിം വേഷധാരികളായ ആളുകൾ തന്നെ. എന്നാൽ പുരുഷന്മാർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഇന്നും അതിനോടൊപ്പം ലയിച്ചേർന്ന് നടക്കുന്ന പുരുഷന്മാർ ഇഷ്ടം പോലെയുണ്ട്.
അവരൊക്കെ ഇവരെ കണ്ടുകൊണ്ട് നാണിക്കണം, ഇവർക്ക് അഭിമാനിക്കാം, ഈ സസ്പെൻഷൻ കൊണ്ട് അഭിമാനിക്കാം. അള്ളാഹിന്റെ അടുത്ത് പറയാം, ഞാൻ മനസ്സിലാക്കിയ സത്യം അത് കൃത്യമായിക്കൊണ്ട് ഒരാൾക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി ആ സ്ത്രീക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമുക്ക് സത്യം അറിയുമെങ്കിൽ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് മൂടി വെക്കേണ്ടതില്ല. അതൊരു ഖത്തീബാണെങ്കിൽ പോലും അവൻ ആത്മവിശ്വാസത്തോടു കൂടി അള്ളാഹുവിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി ഇത് വിളിച്ചു പറയാൻ കഴിയണം. ഇങ്ങനെ ആഘോഷിക്കുന്ന ആളുകൾ ഖത്തീബുമാർ അവരെന്ത് പറയും മിമ്പറിൽ നിന്ന്? എന്തൊക്കെ മൂടി വെച്ച് കുഴിച്ചു മൂടിയിട്ട് വേണം അവർ ഖുത്ബ പറയാൻ? എന്തൊക്കെ ആയത്തുകളും ഹദീസുകളും ഒക്കെ കുഴിച്ചു മൂടിയിട്ട് വേണം അവർ പറയാൻ? കാരണം ഇന്ന ആളുകൾ എന്ത് വിചാരിക്കും? സഹോദരന്മാരെ, ഇത് തെറ്റുകൾ സംഭവിക്കാം. ഗുണകാംക്ഷയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിലേക്കല്ലേ പോകുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും അന്യ സമുദായമായിക്കൊണ്ട് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോയി എന്ന് തന്നെയല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ഗുണകാംക്ഷയായിക്കൊണ്ട് മാത്രം കാണുക. നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലക്ക് ഇസ്ലാം ആയിക്കൊണ്ട് വളർത്താൻ ചെറുപ്പത്തിൽ തന്നെ അവർക്കൊന്നും അറിയില്ല. അവരെ ഈ കസവ് ഡ്രസ്സും ഒക്കെ ഇടിപ്പിച്ചുകൊണ്ട് നമ്മളാണ് ഒരുക്കി ചമച്ചെന്ന് സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇവിടെ മദ്രസ പഠിക്കുന്ന കുട്ടികളൊക്കെ വേഷം കെട്ടിച്ചിങ്ങനെ വിടുകയാണ്. അതിനൊക്കെ ശിക്ഷ കിട്ടുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഹബസി എന്ന് പറഞ്ഞ ഗൃഹനാഥന്മാർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കി സമ്പൂർണ്ണമായി അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കാൻ, യഥാർത്ഥ ഇസ്ലാമാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സകല പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും എല്ലാം അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا صلاتنا ودعاءنا وصيامنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.